ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ പ്രത്യേക ചർച്ച പുരോഗമിക്കുന്നു. വൈകിട്ട് 5 മണിയോടെയാകും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. പ്രതിപക്ഷമാണ് പ്രത്യേക ചർച്ചയെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതെങ്കിലും കേന്ദ്രമന്ത്രിമാർ അടക്കം ലോക്സഭയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേർന്നു. നന്ദഗോപൻ, കഴിഞ്ഞ വാർത്തയിൽ നമ്മൾ അനുരാഗ് താക്കൂറിൻ്റെ മറുപടി കണ്ടതാണ്. അതിനുശേഷം നിഷികാന്ത് പ്രതികരിച്ചു. രാഹുലിൻ്റെ പരാമർശങ്ങളോട് ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞു. എന്താണ് ലോക്സഭയിൽ ഇതുവരെ സംഭവിച്ചത്? പ്രധാനമന്ത്രിയുടെ മറുപടി 5 മണിയോടെ ഉണ്ടാകുമല്ലോ. കൃഷ്ണജ്, ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ചർച്ച വേണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷമാണ് മുന്നോട്ട് വെച്ചത്. 2 ദിവസം ലോക്സഭയിൽ 2 ദിവസവും രാജ്യസഭയിൽ 2 ദിവസവുമാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് ലോക്സഭയിൽ ചർച്ചയുടെ 2ാം ദിവസമാണ്. ഇന്നലെ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുകയാണെന്നുള്ളതായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിമർശനം. മാത്രമല്ല, ഇങ്ങനെ ഈ കോൺഗ്രസുകാർ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നത് അവരുടെ പൂർവികർ ചെയ്തത് കണ്ടുപഠിച്ചാണ് ഇപ്പോഴത്തെ കോൺഗ്രസുകാർ അത് അനുകരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മറിച്ച് BJP ആകട്ടെ ഭരണഘടന നെറ്റിയിൽ ചൂടിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ഭരണഘടനയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ പ്രകാരമാണ് സർക്കാർ ഇപ്പോൾ ഭരണം നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, വീര സവർക്കർ, അതേപോലെ തന്നെ ഭഗത് സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ധാർമ്മികതയിൽ പ്രധാന പങ്ക് വഹിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്നിപ്പോൾ നിഷികാന്ത് ദുബൈ, അതേപോലെ തന്നെ മറ്റ് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുന്ന ന്യൂനപക്ഷങ്ങൾ, ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നു എന്നുള്ള അഭിപ്രായമാണ് പ്രധാനമായും പ്രതിപക്ഷം പാർലമെന്റിനുള്ളിൽ ഉയർത്താൻ ശ്രമിക്കുന്നത്. അതേസമയം ഇന്ന് സംസാരിച്ച കിരൺ റിജിജു അതിന് വളരെ വ്യക്തമായ മറുപടി നൽകി. അതായത്, ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങൾ പരിശോധിച്ചാൽ അതിപ്പോൾ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ അക്രമത്തിന് വിധേയരാകുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ സിഖുകാരും അതേപോലെ തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ വേട്ടയാടപ്പെടലിന് വിധേയമാകുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കൾ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ അക്രമങ്ങൾക്ക് വിധേയമാകുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനിലും സമാനമായ രീതിയിൽ ഹിന്ദുക്കൾ അക്രമത്തിന് വിധേയരാകുന്നു. അതേസമയം യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ മുസ്ലിങ്ങളാണ് അക്രമത്തിന് വിധേയരാകുന്നത്. ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ, അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ ഇവരെല്ലാം അഭയം തേടുന്നത് ഭാരതത്തിലാണ്. ഭാരതത്തിന്റെ പാരമ്പര്യം അതാണ്, ഭാരതത്തിന്റെ പൈതൃകം അതാണ് എന്നുള്ളതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ BJPയുടെ മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് രാഹുൽ കൃത്യമായ ഹോംവർക്ക് ചെയ്യാതെ പാർലമെന്റിൽ സംസാരിക്കരുത് എന്നുള്ളതാണ് രവിശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉയർത്തിയ ഒരു ആരോപണം അഗ്നിവീർ പദ്ധതിയിലൂടെ സർക്കാർ യുവജനങ്ങളുടെ വിരൽ മുറിക്കുകയാണ് എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും രാഹുൽ ഉയർത്തിയത്. എന്നാൽ നമുക്കറിയാം, ഹരിയാന അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഇതേ ആരോപണങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഉയർത്തിയിട്ടും BJPക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റ് നേതാക്കളും BJPയുടെ മറ്റ് മുതിർന്ന MPമാരും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അനുരാഗ് സിംഗ് താക്കൂർ അടക്കം രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകും. സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് തന്നെയാണ് ഇത്തരമൊരു ചർച്ച, അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് ഇത്തരമൊരു ചർച്ച ആവശ്യപ്പെട്ടതെങ്കിൽ അത് പ്രതിപക്ഷത്തിന് തന്നെ വിനയാകുന്ന അവസ്ഥയാണ് ഇന്നും ഇന്നലെയുമായി നമുക്ക് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത്. ഇനി രാജ്യസഭയിലും 16, 17 തീയതികളിൽ ഇതേ ചർച്ചകളുണ്ട്. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും മറുപടി നൽകുക.